കോടതിക്ക് മുന്നിൽ നാടകീയ രംഗങ്ങൾ. DCC പ്രസിഡന്റ് ഷിയാസിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ നീക്കം. കോതമംഗലത്തെ പ്രതിഷേധത്തിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിന് പിന്നാലെ വാഹനം ആക്രമിച്ച കേസിൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസിന്റെ ശ്രമം. ഇതോടെ മുഹമ്മദ് ഷിയാസും മാത്യു കുഴൽനാടനും കോടതിയിലേക്ക് ഓടിക്കഴിഞ്ഞു. നിങ്ങൾ മാറില്ല, നിങ്ങൾ മാറി ഞാൻ എടുത്തോളാം. നിങ്ങൾ മാറി, നിങ്ങളെല്ലാം മാറി, എല്ലാവരും പ്രവർത്തകരെല്ലാം മാറി. അവൻ ഒറ്റയ്ക്ക് നിങ്ങൾ മാറി, നിങ്ങളെല്ലാം മാറി. ഓക്കെ, എടുക്കും എടുക്കുന്നേ എടുക്കുന്ന അറിയില്ല. എടുക്കും എടുത്തേക്കും പ്രദീപ് ജോസഫ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. പ്രദീപ്, കോടതി അഭയം എന്നുള്ള രീതിയിലാണ്, ഇത് മൊത്തത്തിൽ നാടകമാണല്ലോ, എന്താണ് ഉണ്ടായത്? പക്ഷേ നാടകീയമായ സംഭവവികാസങ്ങളാണ് കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം നേര്യമംഗലത്ത് വൃദ്ധയെ കാട്ടാന ചവിട്ടിക്കൊന്ന കേസിലെ പ്രതിഷേധ പരിപാടികളെ തുടർന്നാണ് മാത്യു കുഴൽനാടൻ MLA, DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് തുടങ്ങിയ നിരവധി പേർക്കെതിരെ 30ഓളം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കോതമംഗലം പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് കോടതിയിൽ കേസ് വന്നിരുന്നു. ഇന്ന് താൽക്കാലിക ജാമ്യം നൽകുകയും ചെയ്തിരുന്നു. ഇന്ന് താൽക്കാലിക ജാമ്യത്തിൽ വിധി പറയാനാണ് വീണ്ടും ഇരുവരോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. മുഹമ്മദ് ഷിയാസിനും ഒപ്പം മാത്യു കുഴൽനാടൻ MLAയ്ക്കും ഒപ്പം അറസ്റ്റിലായ മറ്റ് 14 പേർക്കും ജാമ്യം ലഭിച്ചു. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിനു ശേഷം കോടതി മതിലിന് വെളിയിൽ തൊട്ടടുത്ത് തന്നെയുള്ള പബ്ലിക് റോഡിൽ മാധ്യമങ്ങളുമായി ഇരുവരും സംസാരിച്ചു. തുടർന്ന് വീണ്ടും ജാമ്യത്തിൽ ഒപ്പിടുന്നതിന് വേണ്ടി കോടതിയിലേക്ക് കയറാൻ തുടങ്ങുകയാണ് പൊതുനിരത്തിൽ വെച്ച് മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തുനിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഈ സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ കോതമംഗലത്ത് പോലീസ് വാഹനത്തിന്റെ ചില്ല് തകർന്നിരുന്നു. ഇത്തരത്തിൽ ചില്ല് തകർത്തത് മുഹമ്മദ് ഷിയാസ് ആണ് എന്ന് ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. പൊതുമുതൽ നശിപ്പിച്ചതിനും കൂടാതെ DYSPയെ കയ്യേറ്റം ചെയ്തു എന്നുള്ള പരാതിയും നിലനിൽക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിലാണ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തുനിഞ്ഞത്. അപകടം മനസ്സിലാക്കിയ കോൺഗ്രസ് പ്രവർത്തകരും മുഹമ്മദ് ഷിയാസിനെ വളരെ പെട്ടെന്ന് കോടതി വളപ്പിനുള്ളിലേക്ക് തള്ളിക്കയറ്റി. അദ്ദേഹം ഓടി കോടതിയിൽ കയറുകയായിരുന്നു. നമുക്കറിയാം, കോടതിയിൽ കയറിയ പിന്നീട് പോലീസിന് അവിടെ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അതിനുശേഷം ഇത്രയും നേരം കോടതി വളപ്പിൽ തന്നെയാണ് മുഹമ്മദ് ഷിയാസും മാത്യു കുഴൽനാടനും ഒക്കെ നിൽക്കുന്നത്. ആ കോടതിയിൽ കീഴടങ്ങുക എന്നുള്ളതാണ് നിലവിലെ തീരുമാനമെന്നാണ് അറിയുന്നത്. കോടതിയിൽ കീഴടങ്ങിയാൽ അതിനുശേഷം ഉടൻ തന്നെ ജാമ്യാപേക്ഷ നൽകും. അതല്ലെങ്കിൽ ഒരുപക്ഷെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തേക്കാം. എന്തായിരുന്നാലും മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്